വ്യക്തിപരമായിട്ട് മുഖ്യമന്ത്രി എന്ത് വേണമെങ്കിൽ പറഞ്ഞോട്ടെ. പക്ഷേ എന്റെ ഇന്നത്തെ തന്തയായ എന്റെ ഇന്നലെ വരെയുള്ള തന്ത അത് പോയി, അത് ഞാൻ വിട്ടു. എന്റെ ഇന്നലെ വരെ ഉണ്ടായിരുന്ന തന്തയെ ഞാൻ വിട്ടു. നാട്ടുകാരെ, വീട്ടുകാരെ, എന്റെ ഇന്നലെ വരെ ഉണ്ടായിരുന്ന തന്തയെ ഞാൻ മാറി. ഇന്ന് മുതൽ എന്റെ തന്ത പാണക്കാടാണ്. പാണക്കാട് തങ്ങളെ കുറിച്ച് നിങ്ങളൊന്നും പറയരുത് പ്ലീസ്. പാണക്കാട് തങ്ങളെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പൊറുക്കില്ല എന്നുള്ളത് സത്യമാണ്. പക്ഷേ നാളെ നിന്റെ ഈ പേരുണ്ടല്ലോ, ഈ പറ്റിക്കാനായിട്ട് ഇറങ്ങി തിരിച്ചവൻ എന്നുള്ള ഈ ഇരട്ടത്താപ്പ്, ആ ഇരട്ടത്താപ്പിന്റെ മുഖം മൂടി ഒരിക്കലും അഴിച്ചു വെക്കാൻ പറ്റില്ല. ഈ ചെന്ന് കേറിക്കൊടുത്ത സ്നേഹത്തിന്റെ കട, നമ്മളെ വെറുപ്പിന്റെ ആൾക്കാരാണ്, നമ്മളെ ഒരു സംശയമില്ല വെറുപ്പിന്റെ ആൾക്കാരാണെന്നുള്ള കാര്യത്തിൽ ഇപ്പോൾ ഈ ഷൈനി എന്ന് പറയുന്ന സ്ത്രീ പറയേണ്ട ആവശ്യമില്ല. ഇവരൊരു പുതിയ വീഡിയോ വന്നിരിക്കുകയാണ്. സംഗതി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ സന്ദീപ് വാര്യർക്കെതിരെയുള്ള ഈ BJP-കാരെ കരച്ചിൽ നിൽക്കുന്നില്ല. അവർ കരഞ്ഞു മെഴുകിക്കൊണ്ടിരിക്കുകയാണ്. മുതിർന്ന നേതാക്കളൊന്നും കരയുന്നില്ല, താഴെത്തട്ടിലെ നേതാക്കളൊക്കെ കരയുന്നുണ്ട്. കാരണം സന്ദീപ് വാര്യർ ഇവർക്ക് വലിയ ഇഷ്ടമായിരുന്നു. അദ്ദേഹത്തിന്റെ എഴുത്തുകളൊക്കെ അങ്ങനെ തന്നെയായിരുന്നു. അതിതീവ്രമായിട്ടുള്ള മുസ്ലിം വിരോധ എഴുത്തുകളൊക്കെ നിരന്തരം എഴുതിയിരുന്ന, പ്രസംഗിച്ചിരുന്ന, ചാനലുകൾക്ക് പോയിട്ട് മറ്റുള്ള ആളുകളൊക്കെ അടിച്ച് പതറിയിട്ടിരുന്ന ആളായിരുന്നു സന്ദീപ് വാര്യർ. സഡനായിട്ടാണ് ഈ പറയുന്ന ഈ പാവങ്ങൾ ആരും ആലോചിച്ചിട്ടില്ല, പ്രതീക്ഷിച്ചിട്ടില്ല, വിചാരിച്ചിട്ടില്ല. സഡനായിട്ടാണ് കോൺഗ്രസിലേക്ക് മാറുക മാത്രമല്ല, അതുവരെ അദ്ദേഹം വിശ്വസിച്ചുകൊണ്ടിരുന്ന ആ ഒരു പ്രസ്ഥാനത്തെ അദ്ദേഹം ഗംഭീരമായിട്ട് തള്ളിപ്പറഞ്ഞു. മോഡിജിയെ തള്ളിപ്പറയുന്നു, ഹിന്ദുവിസത്തെ തള്ളിപ്പറയുന്നു. ഇതുവരെ താൻ പറഞ്ഞ എല്ലാ വാക്കുകളും തെറ്റായിരുന്നു അദ്ദേഹം ഉറപ്പിച്ചു പറയുന്നു. അത് പല ആൾക്കും ഇഷ്ടമായില്ല. ആ ഇഷ്ടമല്ലാത്തതിനെതിരെ പച്ചയ്ക്ക് അദ്ദേഹത്തെ തെറി വിളിക്കുന്ന പോലെയുള്ള വർത്താനങ്ങളാണ് കേൾക്കുന്നത്. എന്ന് കേട്ടോ, നിന്റെ ഈ പേരുണ്ടല്ലോ, ഈ പറ്റിക്കാനായിട്ട് ഇറങ്ങി തിരിച്ചവൻ എന്നുള്ള ഈ ഇരട്ടത്താപ്പ്, ആ ഇരട്ടത്താപ്പിന്റെ മുഖം മൂടി ഒരിക്കലും അഴിച്ചു വെക്കാൻ പറ്റില്ല. ഈ ചെന്ന് കേറിക്കൊടുത്ത സ്നേഹത്തിന്റെ കട, നമ്മളെ വെറുപ്പിന്റെ ആൾക്കാരാണ്, നമ്മളെ ഒറ്റ രാത്രി കൊണ്ട് നമ്മൾ വെറുപ്പിന്റെ ആൾക്കാരായി. ഒരൊറ്റ രാത്രി കൊണ്ട് നമ്മള് എന്താ പറയാ, വർഗീയത മാത്രം പറയുന്ന ആൾക്കാരായി. മറ്റേ സ്നേഹത്തിന്റെ കട തുറക്കാൻ പോകുമ്പോഴാണ്. അപ്പൊ ആ സ്നേഹത്തിന്റെ കട തുറക്കാൻ പോയ ആൾക്കാർ ഇതിന് മുമ്പ് നമ്മുടെ നാട്ടിൽ കാണിച്ചു കൂട്ടിയിട്ട് എന്താണെന്ന് നമുക്ക് നന്നായിട്ട് അറിയാം. നത്തോലി അങ്ങ് അറബിക്കടലിലാണ് കളിച്ചിരുന്നേ, അത് ഇപ്പോഴാണ് മനസ്സിലാക്കിയത്. നത്തോലി കളിച്ച് അറബിക്കടലിലാണ് കളിച്ചിരുന്നത്. നത്തോലിയെ പിന്നെ മട്ടാഞ്ചേരി മാഫിയ വിലക്കെടുത്തു എന്നൊക്കെയാണ് ഇപ്പൊ കേൾക്കുന്ന ലേറ്റസ്റ്റ് ആയിട്ടുള്ള പുതിയ ന്യൂസുകളൊക്കെ. അങ്ങനെ ഈ മട്ടാഞ്ചേരി മാഫിയ നിങ്ങൾക്ക് മനസ്സിലായോ? മുസ്ലിങ്ങളാൽ നിയന്ത്രിക്കപ്പെടുന്ന ഏതോ ഒരു മാഫിയ നമ്മുടെ കേരളത്തിൽ മൂലക്കിലുണ്ട്, ഉണ്ടെന്നാ പറയുന്നത്. കേൾക്കൂ. വെറുതെ കേൾക്കുന്ന ന്യൂസുകളാവില്ലല്ലോ, തീയില്ലാണ്ട് പുകയുണ്ടാവില്ല. അപ്പോ ഒരു വിദ്വാന്റെ ഈ സംഗതി, ഇത് നിങ്ങൾ കണ്ട ഇത് ഈ പറയുന്നത് നിങ്ങൾ സംഗതി മനസ്സിലായില്ല. കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി നമ്മുടെ പാണക്കാട് തങ്ങളെ കുറിച്ച് പറഞ്ഞത് ശരിയായില്ല എന്ന രീതിയിൽ നമ്മുടെ സന്ദീപ് വാര്യർ പറഞ്ഞായിരുന്നു. അത് പക്ഷെ ഇവർക്ക് തീരെ ഇഷ്ടമായില്ല. കേൾക്കാം എന്താന്നുള്ളത്. ഒരു തവണ കൂടെ ഞാൻ കാണിച്ചത് എന്താണെന്നറിയോ? മുഖ്യമന്ത്രിയോട് എനിക്ക് ഒരു പ്രശ്നവുമില്ല, എന്നെ വ്യക്തിപരമായിട്ട് മുഖ്യമന്ത്രി എന്ത് വേണമെങ്കിൽ പറഞ്ഞോട്ടെ. പക്ഷേ എന്റെ ഇന്നത്തെ തന്തയായ എന്റെ ഇന്നലെ വരെയുള്ള തന്ത അത് പോയി, അത് ഞാൻ വിട്ടു. എന്റെ ഇന്നലെ വരെ ഉണ്ടായിരുന്ന തന്തയെ ഞാൻ വിട്ടു. നാട്ടുകാരെ, വീട്ടുകാരെ, എന്റെ ഇന്നലെ വരെ ഉണ്ടായിരുന്ന തന്തയെ ഞാൻ മാറി. ഇന്ന് മുതൽ എന്റെ തന്ത പാണക്കാടാണ്. പാണക്കാട് തങ്ങളെ കുറിച്ച് നിങ്ങളൊന്നും പറയരുത് പ്ലീസ്. പാണക്കാട് തങ്ങളെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പൊറുക്കില്ല. ഞാൻ പൊറുക്കില്ലെന്ന് പറഞ്ഞാൽ പോരെ. കണ്ടില്ലേ, പാണക്കാട് തങ്ങളെ കുറിച്ചിട്ട് മുഖ്യമന്ത്രി പ്രസ്താവന ശരിയല്ല എന്ന് രാഷ്ട്രീയപരമായിട്ട് നമ്മുടെ സന്ദീപ് വാര്യർ പറഞ്ഞതിനെ എതിർക്കുന്നത് രാഷ്ട്രീയപരമാണെങ്കിൽ വലിയ കുഴപ്പമില്ല. പക്ഷേ ഈ സ്ത്രീ ഇരുന്നിട്ട് ഇനി സന്ദീപ് വാര്യർ തെറി പറയണം, സന്ദീപ് വാര്യർ കുടുംബത്തെ പറയണം, അദ്ദേഹത്തിന് അച്ഛനെ, കുടുംബത്തെ, അദ്ദേഹത്തിന് പിറവിയെ മുഴുവൻ തീർന്നു. VK ബൈജുവിന്റെ പെങ്ങളാണ് കേട്ടോ. എടോ ചെറ്റ വാര്യരെ, ഞാൻ അങ്ങനെ തന്നെ പറയാണ്. ഈ ചെറ്റ കഴുപ്പെട്ട വാര്യർക്ക് കേരളം പൊറുക്കില്ലെന്ന് പറയാനായിട്ട്, മലയാളി പൊറുക്കില്ലെന്ന് പറയാനായിട്ട് എന്ത് അവകാശം ഉള്ളത്? അതൊരു പ്രശ്നമുണ്ട്. എന്താ വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ കേരളത്തിൽ പലപ്പോഴും ചില്ലറ മതസ്പർദ്ധകളൊക്കെ ശക്തമായിട്ട് വരുന്ന സമയത്ത് അതിനെ തടുക്കുന്നതിൽ, അത് ആ ഒരു ചില കലാപങ്ങൾക്കെല്ലാം പെട്ടെന്ന് ഒരു തടസ്സം സൃഷ്ടിക്കുന്നതിൽ, അത് ആളിക്കത്താതെ നിർത്തുന്നതിൽ ഒരു വലിയ പങ്ക് മുസ്ലിം ലീഗ് നമ്മുടെ കേരളത്തിൽ വഹിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. അത് നമുക്കത് തള്ളിക്കളയാൻ പറ്റില്ല. പക്ഷെ അത് ഈ പറയുന്ന BJP-കാർക്ക് മനസ്സിലാവില്ല. ഈ ചെറ്റ വാര്യരോട് ഞാൻ ചോദിക്കുകയാണ്, ഇദ്ദേഹത്തിന് ഈ പാണക്കാട് തങ്ങളെ പറഞ്ഞാൽ മലയാളി പൊറുക്കില്ല, കേരളം പൊറുക്കില്ലെന്ന് പറയാൻ ഇയാൾക്ക് എന്ത് അവകാശമുള്ളത്? ഇയാൾ കേരളത്തിലുള്ള മലയാളി, ഞാൻ അടക്കമുള്ള കേരളത്തിലുള്ള എല്ലാ മലയാളികളെയും സ്വന്തം ഇയാളായിട്ട് മാറാൻ പോവുകയാണോ? എന്റെ ചോദ്യമാണ്. കേരളം പൊറുക്കില്ലെന്ന് ഇയാൾക്ക് ഇയാളുടെ തന്ത മാറണമെങ്കിൽ ഇയാൾക്ക് മാറിയാ പോരെ? ഇവന് പോയിട്ട് സുന്നത്ത് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവന് ചെയ്താൽ പോരെ?
ഇവൻ കേരളത്തിലുള്ള മൊത്തം മലയാളി ആണുങ്ങളെയും കൊണ്ടുപോയിട്ട് സുന്നത്ത് ചെയ്യിക്കാനുള്ള പരിപാടിയാണോ? അതോ കേരളത്തിന്റെ മൊത്ത കച്ചവടം ഇയാളെ ഏൽപ്പിച്ചിട്ടുണ്ടോ? എന്ത് തോന്നിവാസാണ് ഇയാൾ പറയുന്നത്? കേരളത്തിലെ മലയാളികളെ മുഴുവനെ കേരളം പൊറുക്കില്ലെന്ന് ഈ വർഗീയ പാർട്ടിയുടെ അപ്പോസ്തലിനെ കൊണ്ടുപോയിട്ട് പറഞ്ഞാൽ പിന്നെ കേരളം പൊറുക്കില്ല. നമ്മളിപ്പം നമ്മൾ വർഗീയ പാർട്ടികള് ഇവിടെ ആർക്കും ഒരു ദ്രോഹവും ചെയ്യാതെ, ആരോടും ഒരു വേറുകൂറും കാണിക്കാതെ, ആരെയും വേർതിരിച്ച് കാണാതെ, എല്ലാവരെയും ഒരുപോലെ കാണുന്ന ലോക സമസ്ത സുഖിനോ ഭവന്തു, ഭാരതം നമ്മുടെ ഒരു ഒറ്റ കുടുംബം എന്ന് കാണുന്ന ഭാരതീയ ജനതാ പാർട്ടി ഇയാൾക്കിപ്പോ വർഗീയ പാർട്ടിയായി. ഈ ഭാരതീയ ജനതാ പാർട്ടിയിൽ ഇത്ര കാലം നിന്ന് ഭാരതീയ ജനതാ പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിച്ച ആള് തന്നെയാണ് പറയുന്നത് ഭാരതീയ ജനതാ പാർട്ടി ഏറ്റവും മോശമുള്ള ഒരു പാർട്ടിയാണ്, അത് മുസ്ലിങ്ങളെ എല്ലായ്പ്പോഴും ആക്രമിക്കാൻ വേണ്ടി ശ്രമിക്കുന്ന പാർട്ടിയാണെന്നുള്ളത് ഞാനല്ല പറയുന്നത് കേട്ടോ, സന്ദീപ് വാര്യരാണ്. അത് ബോധ്യമായതിന്റെ ഭാഗമായിട്ടായിരിക്കും സന്ദീപ് വാര്യർ ഇങ്ങോട്ട് പറഞ്ഞത്. അതല്ല നമ്മുടെ ലോകത്തിന് വേണ്ടത്. പിന്നെ ആരെ ഉപദ്രവിക്കാത്ത പാർട്ടിയാണ് ഈ ഭാരതീയ ജനതാ പാർട്ടി എന്ന് പറഞ്ഞാൽ. നമുക്ക് ചുമ്മാ നമ്മുടെ ഈ BJP ഗവൺമെന്റ് ഈ അധികാരത്തിൽ കഴിഞ്ഞ 10 വർഷമായിട്ട് ഇന്ത്യയിൽ എന്താ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യം ചുമ്മാ കണ്ണുറന്ന് നോക്കിയാൽ മനസ്സിലാവും. പക്ഷെ അതൊന്നും ഇവർക്ക് കാണില്ല കേട്ടോ. കാരണം അതല്ല ഇവർക്ക് നയന സുഖമുള്ള കാഴ്ചകളാണ്, നമുക്കതല്ല. ഒരല്പം മനുഷ്യത്വമുള്ളവർക്ക് അതൊട്ട് സുന്ദരമായ കാഴ്ചയല്ല. പക്ഷെ ഇവർക്കതായിരിക്കാം. അതുകൊണ്ടാണ് ഇവരിങ്ങനെ പുകഴ്ത്തി പാടുന്നത്. ഒറ്റ രാത്രി കൊണ്ട് നമ്മുടെ ഭാരതം, നമ്മുടെ ഇന്ത്യ മഹാരാജ്യം ഇയാൾക്ക് വർഗീയ പാർട്ടിയായി. ഇന്നത്തെ തീയതി വരെ അതായത് ഹിന്ദു ധർമ്മപ്രകാരം, ഹിന്ദു വിശ്വാസപ്രകാരം, ഹിന്ദു സനാതന പ്രകാരം ജീവിക്കുന്ന ഒരു ഹിന്ദുവും ഇവിടെ ആരും ദ്രോഹിക്കാനോ പറ്റിക്കാനോ വെട്ടിക്കൊല്ലാനോ അല്ലെങ്കിൽ ബോംബ് വെക്കാനോ യാതൊന്നിനും എവിടെയും ഒരു തീവ്ര സ്വഭാവത്തിനോ ഒരു തീവ്രവാദത്തിനോ ഒന്നിനും പോയിട്ടില്ല. ഒരു ഹിന്ദുവും, ഒരു ബ്രാഹ്മണനോ ഹിന്ദുവോ അല്ലെങ്കിൽ ഹിന്ദു സനാതന ധർമ്മപ്രകാരം ജീവിക്കുന്ന ഒരു മനുഷ്യനും അതൊന്നും ചെയ്തിട്ടില്ല. ഗുജറാത്തിൽ വെറുതെ ആണ് കത്തിരുന്നു. വെറുതെ ആയിരിക്കും 2000 പേരൊക്കെ മരിച്ചു പോയത്. ഇതുവരെ ഒരാളുടെയും ഒരു ദ്രോഹത്തിനും പോയിട്ടില്ല. ഇപ്പൊ വേറെന്തോ കേൾക്കുന്നു, നമ്മുടെ താത്തയുടെ കയ്യിൽ എന്തോ ഇക്കിളി വീഡിയോ ഉണ്ടെന്നൊക്കെ കേൾക്കുന്നുണ്ട്. എത്രത്തോളം സത്യമുണ്ടെന്ന് എനിക്ക് അറിയാൻ പാടില്ല. അപ്പോ ഇത് ഇയാളെ കുറിച്ച് എന്റെ അവസാനത്തെ വീഡിയോ ആണ്. എനിക്ക് മനസ്സിലാവത്ത് ഈ BJP-ക്കാർക്ക് ഈ പ്രവർത്തകർക്ക് എവിടുന്നാണ് ഇത്രയധികം മിക്കിളി വീഡിയോസ് കയ്യിൽ കിട്ടുന്നതാണ്. അതായത് ആരെങ്കിലും ഒരാൾ പെട്ടെന്ന് നമ്മുടെ BJP വേറെ വല്ല പാർട്ടിയിലേക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ അദ്ദേഹത്തെ കുറിച്ചിട്ടുള്ള എല്ലാ തരത്തിലുള്ള വീഡിയോസുകളും, ഈ പറയുന്ന ഇക്കിളി വീഡിയോസുകളൊക്കെ ഇവരുടെ കയ്യിലേക്കൊക്കെ എത്ര പെട്ടെന്നാണ് കിട്ടുന്നതെന്നുള്ളതാണ്. ആ ഒരു കാര്യത്തിൽ മാത്രം എനിക്ക് ഭയങ്കര കൺഫ്യൂഷൻ ഉള്ളത്. ഇതൊക്കെ എങ്ങനെ സാധിക്കുന്നു ഉത്തമ എന്ന് ചോദിക്കുന്ന പോലത്തെ ചോദ്യങ്ങളൊക്കെ നമുക്ക് ഇവരോട് ചോദിക്കേണ്ടി വരും. എന്തൊക്കെയായാലും ഒരു പാവം RSSകാരൻ അതെല്ലാം വിട്ട് കോൺഗ്രസിലേക്ക് പോയപ്പോൾ നമ്മുടെ RSSകാരുടെ കരച്ചിലാണ്, BJP-ക്കാരുടെ കരച്ചിലാണ് നമ്മൾ കാണുന്നത്. ഈ കരച്ചിൽ അവസാനിക്കുന്നില്ല എന്നാണ് അത്ഭുതം. എന്തായാലും ഞാൻ അവസാനിപ്പിക്കുകയാണ്, ഈ കരച്ചിലോട് നിർത്താം. ഇതായിരിക്കട്ടെ അവസാനമായിട്ട് ഈ പാവം BJP-ക്കാരെ കരച്ചിൽ എന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. പറയാൻ പറ്റില്ല കേട്ടോ, ഇനിയും കരച്ചിൽ വന്ന് ആ കരച്ചിലൊക്കെ ഞങ്ങളുടെ മുമ്പിലേക്ക് കൊണ്ടുവരുന്നതായിരിക്കും. മെഴുകട്ടെന്നേ, ചുമ്മാ. ബൈ.